എല്ലാവർക്കും SSCRRB മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് RRB NTPC ഗ്രൂപ്പ് ഡി പരീക്ഷകളിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റം എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. NTPCക്കും അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിക്കും നമ്പർ സിസ്റ്റം എന്ന ചാപ്റ്ററിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടും താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇഫ് R019, R എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ്, നമ്പർ അല്ല. ഇഫ് R0919 ഈസ് ഡിവിസിബിൾ ബൈ 11, then find the value of the smallest natural number R. എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന നമ്പർ? R019 എന്ന് പറയുന്ന നമ്പറിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആറിന് വരാവുന്ന സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്തറിയാം? 11ന്റെ ഡിവിസിബിലിറ്റി റൂൾ അറിയാം. എന്താണ് 11ന്റെ ഡിവിസിബിലിറ്റി റൂള്? ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് ഒന്നട വിട്ടുള്ള നമ്പർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ 0യോ 11ഓ 11ന്റെ മൾട്ടിപ്പിൾസോ വന്നു കഴിഞ്ഞാൽ എന്താണ്? ആ നമ്പറിനെ 11 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്താണ്? ആൾട്ടർനേറ്റ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? R+1 മൈനസ് 0+9 എത്രയാണ്? 9 തന്നെയാണ്. എന്ന് പറയുന്നത് എന്ത് വരണം? 0 വരണം. സ്മോളസ്റ്റ് നമ്പർ ആയതുകൊണ്ട് എന്ത് വരണം? 0 വരണം. അപ്പോൾ 0 വരണമെങ്കിൽ ഈ R+1 എന്ന് പറയുന്നത് എന്താവണം? R+1 9 ആവണം. R+1 9 ആയാലല്ലേ 9 - 9 9 0 ആവത്തുള്ളൂ. അപ്പം R+1 9 ആകണമെങ്കിൽ R എന്താകണം? R 8 ആകണം. 8+1 അല്ലേ 9. 9 - 9 0. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ നമ്പറിനെ 11 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് ചുമ്മാ നോക്കിയാലോ. 6ൻ്റെ അവിടെ ഓരോ നമ്പർ ഒന്ന് കൊടുത്തു നോക്കിയേ. 5 കൊടുത്തു നോക്കിയേ. 5 കൊടുക്കുമ്പോൾ എത്ര വരും? 5 1 6. 6 - 9 -3 ആണ് വരുന്നത്. അടുത്ത നോക്കിക്കേ. 6 കൊടുത്താൽ എത്ര വരും? 6 1 7. 7 - 9 -2 ആണ് വരുന്നത്. 7 കൊടുത്താൽ 7 1 8. 8 - 9 -1 വരും. 8 കൊടുത്താൽ 8 + 1 9. 9ൽ നിന്ന് 9 പോയാൽ 0 വരും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ ഡി 8 ആണ് ഇവിടുത്തെ ഉത്തരം. ഇഫ് P713 ഈസ് ഡിവിസിബിൾ ബൈ 11, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ P. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, നമ്പർ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. 11 കൊണ്ട് ഡിവിസിബിൾ ചെയ്യാവുന്ന ഒരു നമ്പർ P713 എങ്കിൽ Pക്ക് വരാൻ പറ്റുന്ന സ്മോളസ്റ്റ് നാച്ചുറൽ നമ്പർ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? താഴെ കമൻറ്റിൽ എനിക്ക് പറഞ്ഞു തരിക. അപ്പം നിങ്ങൾ ഇതിൻ്റെ ഉത്തരം ചെയ്യുക, എന്നിട്ട് താഴെ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഉത്തരം നിർബന്ധമായിട്ടും ചെയ്യണം. നിങ്ങളിത് ചെയ്ത് നോക്കാതെ എന്താണ്, നിങ്ങളിത് പഠിച്ച് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് പോകും പരീക്ഷയ്ക്ക്. പക്ഷേ എന്താണ്, അവിടെ ചെല്ലുമ്പം എന്താണ് സം എടുക്കേണ്ടത്, എന്താണ് ഡിഫറൻസ് എടുക്കേണ്ടതെന്നൊക്കെ മറന്നു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇതിൻ്റെ ഉത്തരം എന്ത് ചെയ്യുക? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. What number should be deducted from 1265 to make it divisible by 29 exactly? എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1265 നിന്നും ഏത് നമ്പർ ഡിഡക്റ്റ് ചെയ്താൽ, ഡിഡക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നാണ് അർത്ഥം, മറക്കരുത്. അപ്പം 1265 നിന്നും എത്ര കുറച്ച് കഴിഞ്ഞാൽ ആ നമ്പറിനെ 29 കൊണ്ട് എക്സാക്ട്ലി, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ശിഷ്ടവും വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1265 ഡിവൈഡഡ് ബൈ 29. അപ്പം 29 126 എത്ര തവണ വരും? അപ്പം 29 × 5 എന്ന് പറയുമ്പം 290ൻ്റെ പകുതി 145 വരും. അപ്പോൾ എന്താണ്, നമുക്ക് 4 വെച്ച് ചെയ്ത് നോക്കാം. 4 36. റിമൈൻഡർ എത്ര വരും? 3 വരും. 8 8 3 11 116 വരും. റിമൈൻഡർ എത്രയാണ്? 10 വരും. 5 താത്തിറക്കി എത്രയാണ്? 105. അപ്പോൾ 29 × 4 116 ആണ്. അപ്പോൾ 29 × 3 വരും. എത്ര വരും? 27. റിമൈൻഡർ 2 6 6 2 8 വരും. എത്രയാണ് വരുന്നത്? റിമൈൻഡർ 18 വന്നു. അപ്പോൾ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഏത് നമ്പർ കുറച്ച് കഴിഞ്ഞാൽ, എത്ര കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 29 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാം. അപ്പം 29 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ എത്ര വരണം? റിമൈൻഡർ 0 ആവണം. അപ്പോൾ ഇവിടെ റിമൈൻഡർ എത്രയാണ്? 18 ആണ് വന്നിരിക്കുന്നത്. ഈ 18 0 ആകണമെങ്കിൽ എത്ര കുറയ്ക്കണം? 18ൽ നിന്ന് 18 കുറച്ചാലല്ലേ 0 ആകൂ. അപ്പോൾ എത്രയാണ് കുറയ്ക്കേണ്ടത്? 18 ആണ് കുറയ്ക്കേണ്ടത്. ഓപ്ഷൻ സി ആണ്. അപ്പം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നമ്പറിൽ നിന്നും എത്ര കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു നമ്പർ കൊണ്ട് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നമ്പറിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തേക്കുക. എത്രയാണോ റിമൈൻഡർ വരുന്നത് അത് തന്നെ അങ്ങ് എടുത്ത് എഴുതുക. സംശയമുണ്ടെങ്കിൽ എന്താ നോക്കുക. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റിമൈൻഡർ എന്താകണം? 0 ആകണം. ഇവിടെ റിമൈൻഡർ എത്രയാണ് വന്നിരിക്കുന്നത്? 18 ആണ് വന്നിരിക്കുന്നത്. 18 0 ആകണമെങ്കിൽ എത്ര കുറയ്ക്കണം? 18 തന്നെ കുറയ്ക്കണ്ടേ? അപ്പോൾ എത്രയാണ് ഉത്തരം വരുന്നത്? 18 ആണ് ഉത്തരം വരുന്നത്. ഓർത്ത് വെച്ചോണം, നോട്ട് ചെയ്യുക.
അതുപോലെ തന്നെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളാണ്. നമുക്കപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Find the least number required to be added to 3105 so that is exactly divisible by 3, 4, 5 and 6. എന്താണ് പറയുന്നത്? മുമ്പേ നമ്മൾ പറഞ്ഞ കുറച്ചു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യത്തിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ള ഒരു ചോദ്യമാണ്. അവിടെ നമ്മൾ പറഞ്ഞത് ഒരു നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാനായിട്ട് ഏത് നമ്പർ കുറയ്ക്കണം, എത്ര കുറയ്ക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? 3705നെ 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് നോക്കിക്കേ, 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും ഒരുപോലെ ഡിവൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ്? 3 കൊണ്ടും 4 കൊണ്ടും 5 കൊണ്ടും 6 കൊണ്ടും ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ LCM കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ കൺസെപ്റ്റ് മനസ്സിലേക്ക് ഓർമ്മ വരണം. 3, 4, 5, 6 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3നെ 4നെ 5നെ 6നെ LCM കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? 3, 4, 5, 6ൻ്റെ LCM കണ്ടുപിടിക്കുക. LCM കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ 5ാം ക്ലാസ്സുകളിൽ തൊട്ടൊക്കെ പഠിക്കുന്നതാണ് എന്ത്? LCM കണ്ടുപിടിക്കുക എന്ന്. അല്ലെങ്കിൽ എന്താണ് LCM ആൻഡ് HCF എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. അതിൻ്റെ പ്രീവിയസ് ഇയർ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്താണ് LCM HCF കണ്ടുപിടിക്കുന്ന വഴികൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നോക്കുക, 3, 4, 5, 6 എത്ര വരും? LCM എത്ര വരും? 3യുടെയും 4ൻ്റെയും 5ൻ്റെയും 6ൻ്റെ LCM എത്രയാണ് വരുന്നത്? LCM 60 വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ 3105നെ എന്ത് ചെയ്യുക? 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 310ൽ 60 എത്ര തവണ വരുന്നു? 5 തവണ വരുന്നു. 300 വരും. ശിഷ്ടം 10. പിന്നെന്താണ്? 5 താത്തടക്കി എത്ര വരും? ഒരു തവണയെ വരൂ. എത്രയാണ്? 60. റിമൈൻഡർ എത്ര വരും? 45 വരും. നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ റിമൈൻഡർ എത്ര വരണം? 0 വരണം. 0. ഇതിനെയും 0 ആകണമെങ്കിൽ എന്ത് ചെയ്യണം? 45 എന്ത് ചെയ്യുക? കുറയ്ക്കുകയാണ് വേണ്ടത്. അപ്പം 45 കുറച്ചാൽ ഇത് 0 ആവും. നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുറയ്ക്കാനാണോ? അല്ല. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറയ്ക്കാനാണ് പറഞ്ഞതെങ്കിൽ എത്ര കുറയ്ക്കണം? 45 കുറയ്ക്കണം. പക്ഷേ നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര കൂട്ടണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ റിമൈൻഡർ ഒന്നുമില്ലാതെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതെന്താവണം? ഇത് 60 ആവണം. ഈ 45 എന്നുള്ളത് എന്താവണം? 60 ആകണം. അപ്പോൾ 60 60 വരുമ്പോൾ എന്താണ്? റിമൈൻഡർ ഇത് ക്യാൻസൽ ആയി പോകത്തില്ലേ? 60ൽ 60 അടങ്ങത്തില്ലേ? ഇപ്പം എന്താണ്? റിമൈൻഡർ 0 ആയിക്കോളും. ഇതെന്ത് ചെയ്യണം? 60 ആകണം. 60 ആകണമെങ്കിൽ എത്ര കൂടെ കൂട്ടണം? 45ൻ്റെ കൂടെ 15 കൂടെ കൂട്ടിയാലല്ലേ 60 ആവൂ. ഇപ്പം എത്രയാണ് നമ്മുടെ ഇവിടുത്തെ ഉത്തരം? ഓപ്ഷൻ ഡി 15 ഉത്തരം. ഇപ്പം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്നുള്ള വ്യത്യാസം കണ്ടില്ലേ? ഇവിടെ എത്രയാണ് കുറയ്ക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 0 റിമൈൻഡർ 0 ആകണമെങ്കിൽ 45 കുറയ്ക്കണം. ഇപ്പം റിമൈൻഡർ 0 ആകണമെങ്കിൽ ഇവിടെ കൂട്ടേണ്ടത് എത്രയാണ്? ഇവിടെ എത്ര വരണം? ഇവിടെ 60 ആയിക്കഴിഞ്ഞാൽ 60 60 അടങ്ങത്തില്ലേ? അപ്പോൾ എന്തായിക്കോളും? റിമൈൻഡർ 0 ആയിക്കോളും. കൂട്ടുമ്പോൾ എത്രയാണ് കൂട്ടേണ്ടത്? 15 കൂട്ടേണ്ടത്. കുറയ്ക്കുക എന്നായിരുന്നു ചോദ്യമെങ്കിൽ എത്ര കുറയ്ക്കണം? 45 ആയിരുന്നു കുറയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Find the largest number of 3 digits exactly divisible by 15, 18, 27 and 30. എന്താണ് പറഞ്ഞിരിക്കുന്നത്? താഴെ തന്നിട്ടുള്ളവയിൽ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കണം. പക്ഷേ കണ്ടീഷൻ ഉണ്ട്. എന്താണ്? 15 കൊണ്ടും 18 കൊണ്ടും 27 കൊണ്ടും 30 കൊണ്ടും കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഈ 4 സംഖ്യ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. എന്താണ്? ഈ 4 സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ LCM കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ. അങ്ങനെ ഇതിൻ്റെ LCM കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. പക്ഷേ എന്താണ്? നമ്മളിതിൻ്റെ LCM കണ്ടുപിടിച്ച് ഇനി അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കണ്ടുപിടിച്ചൊക്കെ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. നിങ്ങൾക്ക് എന്തറിയാം? ഡിവിസിബിലിറ്റി റൂൾ അറിയാം. അപ്പോൾ എന്താണ്? 18ഉം 27. 18 കൊണ്ടും 27 കൊണ്ടും ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഫാക്ടറായ 9 കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ, 870. 8 7 15. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യയാണോ അത്? അല്ല. അപ്പോൾ 18 കൊണ്ടും 27 കൊണ്ടും പറ്റില്ല. ഇതിലേതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് പറ്റില്ലെങ്കിൽ പോലും ഉത്തരം എന്താണ്? തെറ്റാണ്. കാരണം ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ 4 സംഖ്യകൾ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഓപ്ഷൻ നോക്കിക്കേ, 900. 9 വന്നിരിക്കുന്നത്. 9 ആകുമ്പം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എന്താണ്? ആ ഓപ്ഷൻ വേണമെങ്കിൽ വരാം. അടുത്തത് നോക്കിക്കേ, 810. 8 1 9. അതും എന്താണ്? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യയാണ്. അതുകൊണ്ട് അതും ഓപ്ഷനായിട്ട് അല്ലെങ്കിൽ അതും നമുക്ക് ഉത്തരമായിട്ട് വരാം. അടുത്തെന്താണ്? 780. അതിൻ്റെ 8 7 15 വരുന്നത്. അതൊരിക്കലും നമ്മുടെ ഉത്തരമായിട്ട് വരില്ല. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? 15. 15ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ പറഞ്ഞതാണ്. എന്താണ്? 5 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. ഈ 2 സംഖ്യ എന്താണ്? നമ്മളിപ്പം എടുത്തു വെച്ചിരിക്കുന്ന 2 സംഖ്യയും എന്ത് ചെയ്യാൻ പറ്റും? 5 കൊണ്ടും ചെയ്യാൻ പറ്റും, 3 കൊണ്ടും ചെയ്യാൻ പറ്റും. സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ.
അടുത്തത് 30. 30ഉം പറ്റുന്നുണ്ട്. എന്താണ് 3 കൊണ്ട് എന്തായാലും പറ്റും. പിന്നെന്താണ് ഒരു 10 കൊണ്ടുകൂടെ ഇതിനെല്ലാം ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നോക്കേണ്ടത് 18ഉം 27ഉമാണ്. ഫസ്റ്റ് നമുക്ക് 900 നോക്കാം. 900 എടുത്തു. ഓക്കെ. 18 കൊണ്ട് ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്യാമെങ്കിൽ പെട്ടെന്നായിരിക്കണം ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കാൽക്കുലേഷനെല്ലാം വരുന്നത് പെട്ടെന്നായിരിക്കണം. അപ്പോൾ 18 കൊണ്ട് ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 18 ഒരു സംഖ്യയുടെ ഫാക്ടറാണ്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. 18 900ൻ്റെ ഫാക്ടറാണോ ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് വരണം? 18 ഇൻറ്റു എക്സ് എന്തായിരിക്കണം? 900 ആയിരിക്കണം. നമുക്ക് 900നെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കാം. 900ത്തിൽ നിന്ന് നമുക്ക് 18 വെളിയിലെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഒരു 9 വെളിയിലെടുക്കാം. 9 വെളിയിലെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 100 വരുന്നത്. 9 ഇൻറ്റു 100 അല്ലേ 900. അപ്പം ഇത് 18 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 9ൻ്റെ കൂടെ ഒരു 2 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അവിടെ 100 ഉണ്ടായിരുന്നു. ആ 100ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 100 ഉണ്ടായിരുന്നു. 9 ഇൻറ്റു 100 വന്നത്. അപ്പോൾ എന്ത് ചെയ്തു? ഈ 100ൽ നിന്ന് ഒരു 2 കൂടി ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെന്താവും? 50 ആകും. 9 ഇൻറ്റു 2 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ എന്താണ്? 900 9 ഇൻറ്റു 2 എത്രയാണ്? 18 അപ്പോൾ 900നെ നമുക്ക് 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 27 കൊണ്ട് പറ്റുമോ എന്ന് നോക്കുക. 900നെ 27 കൊണ്ട് പറ്റുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? 27 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ 810നെ നോക്കേണ്ട കാര്യമുണ്ടോ? കാരണം ലാർജസ്റ്റ് നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് 900 900നെ 18 27 കൊണ്ട് പറ്റുമെങ്കിൽ എന്താണ്? 15 30 നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. 18 27 കൊണ്ട് പറ്റുമെങ്കിൽ നമ്മുടെ ഉത്തരം 900 അല്ലേ? ഇനി അടുത്ത 27 കൊണ്ട് പറ്റുമോ എന്ന് നോക്കുക. എന്ത് ചെയ്യാം? 900 സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഒരു 9 എടുത്തു. 9 എടുത്ത് കഴിയുമ്പോൾ ബാക്കി എത്രയാണ് അവിടെ വരുന്നത്? 100 വരുന്നത്. 27 വരണമെങ്കിൽ ഒരു 3 എടുക്കണ്ടേ? ഈ 100ൽ നിന്ന് നമുക്ക് 3 എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? 100 3 എന്ന് പറയുന്നത് 100ൻ്റെ ഫാക്ടർ അല്ല. അപ്പം നമുക്കിവിടെ എന്താണ്? 900 അല്ലെന്ന് കിട്ടി. അടുത്ത ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? 810 അതാണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്കൊന്ന് നോക്കാം. 810നെ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് 18ൻ്റെ നോക്കാം. 810 ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 9 എടുക്കുന്നു. 9 എടുക്കുമ്പോൾ എന്ത് വരുന്നു ഇവിടെ? ബാക്കി 90 വരുന്നു. 90ൽ നിന്ന് ഒരു 2 കൂടെ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര വരുന്നു? 45 വരുന്നു. 18 ഇൻറ്റു 45 എന്ന് എഴുതാം. അപ്പോൾ എന്താണിത്? 18ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 18 കൊണ്ട് 810നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കാം നമുക്ക്. 810 നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ഒരു 9 എടുക്കുന്നു. 9 എടുക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 90 വരുന്നത്. അപ്പോൾ 90ൽ നിന്ന് നമുക്ക് 3 എടുക്കാമല്ലോ. 90ൽ നിന്ന് 3 എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? ബാക്കി 30 അല്ലേ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? 27 ഇൻറ്റു 30 എന്ന് എഴുതാം. അതുകൊണ്ട് എന്താണത്? 27ൻ്റെ മൾട്ടിപ്പിളാണ്. അതായത് 810നെ 27 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നർത്ഥം. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എത്രയാണ്? നമ്മുടെ 810 നമ്മൾ ഇത്രയൊന്നും ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. 900 കിട്ടിയില്ല. 870 അല്ലെന്നറിയാം. 780 അല്ലെന്നറിയാം. ബാക്കി ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതങ്ങ് ടിക്ക് ചെയ്തേക്കാം. ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് ചെയ്ത് കാണിച്ചതാണ്. നമുക്കെന്താണ്? 3 ഓപ്ഷൻ അല്ലെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ അല്ല. 3 ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ ആയിരിക്കും ഉത്തരം. അതങ്ങ് നിങ്ങൾ ഉറപ്പിച്ച് ടിക്ക് ചെയ്തേക്കുക. Sita starts to calculate the sum of all odd natural numbers less than 72. What result does she get? എന്താണ് പറഞ്ഞിരിക്കുന്നത്? സീത 72ന് താഴെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ എല്ലാം, അതായത് തുടക്കം തൊട്ട് 1 മുതൽ 72ന് താഴെ വരെയുള്ള എല്ലാ ഓഡ് നമ്പേഴ്സിൻ്റെയും കൺസിക്യൂട്ടീവായിട്ടുള്ള ഓഡ് നമ്പേഴ്സിൻ്റെയും തുകയെടുക്കുകയാണ്, സം ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ സീതയ്ക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n² ആണ്. മറക്കരുത്. ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n². n എന്താണ്? നമ്പർ ഓഫ് ടേംസ് ആണ്. എത്ര എണ്ണം ഉണ്ടെന്നാണ് n കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം 1 മുതൽ 72 വരെ എത്ര എന്തുണ്ട്? ഓഡ് നമ്പേഴ്സ് ഉണ്ട്. 1 മുതൽ 10 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 5 ഓഡ് നമ്പറും 5 ഈവൻ നമ്പറും ആണുള്ളത്. 1 മുതൽ 70 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 1 മുതൽ 70 അല്ല, 1 മുതൽ 20 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? 10 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. 10 ഈവൻ നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയെങ്കിൽ 1 മുതൽ 70 വരെ എത്ര ഓഡ് നമ്പർ കാണും? 70ൻ്റെ പകുതിയായ 35 ഓഡ് നമ്പറും 35 ഈവൻ നമ്പറും കാണും. അപ്പോൾ 72 വരെ എത്ര കാണും? 36 ഉണ്ട്. അപ്പം n നമുക്ക് കിട്ടി എത്രയാണ്? 36 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഉത്തരം എത്ര വരും? 36 ഇൻറ്റു 36 എന്ന് വരും. നമുക്ക് നോക്കാം. ഓപ്ഷനും ചെക്ക് ചെയ്യാം. ഇപ്പം 36 ഇൻറ്റു 36 ചെയ്യുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും എന്തായിരിക്കും വരുന്നത്? ഇപ്പം നമ്മൾ 36 ഇൻറ്റു 36 ചെയ്തു. യൂണിറ്റ് ഡിജിറ്റ് 6 അല്ലേ വരുന്നത്? യൂണിറ്റ് ഡിജിറ്റ് 6 വരുന്ന ഓപ്ഷൻസ് നോക്കി. അപ്പം നമ്മൾ എപ്പോൾ ചെയ്താലും എന്ത് ചെയ്യണം? യൂണിറ്റ് ഡിജിറ്റ് ആദ്യം ചെക്ക് ചെയ്യുക. യൂണിറ്റ് ഡിജിറ്റ് 6 വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. അപ്പം യൂണിറ്റ് ഡിജിറ്റ് 6 വരത്തുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അടുത്തത് നോക്കിക്കുക. 36 ഇൻറ്റു 36 ആണ്. ഈ 36 എന്ന് പറയുന്നത് 36ൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് നോക്കിയാൽ ഏതൊക്കെയാണ്? 9 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. എല്ലാം എന്താണ്? 36ൻ്റെ ഫാക്ടറാണ്. അതുകൊണ്ട് ഈ 36 ഇൻറ്റു 36 എന്ന് പറയുന്ന നമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫാക്ടേഴ്സ് കൊണ്ടല്ല,
കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ പറഞ്ഞതാണ് ഡിവിസിബിലിറ്റി പഠിച്ചപ്പോൾ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഫാക്ടേഴ്സ് ഡിവിസിബിലിറ്റി റൂൾ വെച്ച് ആൻസർ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ. നമുക്ക് 9 തന്നെ എടുക്കാം. അതായിരിക്കും ഏറ്റവും എളുപ്പം. 9 എങ്ങനെയാണ് 9 ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത്? ഡിജിറ്റ്സിൻ്റെ എല്ലാം സം കൂട്ടുമ്പോൾ 9 കിട്ടണം, അല്ലെങ്കിൽ 9ൻ്റെ മൾട്ടിപ്പിൾ കിട്ടണം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ. 9 6 15, 15 1 16 1 17. ഇപ്പം എന്താണ്? ഇതല്ല നമ്മുടെ ഉത്തരം. അടുത്ത ഓപ്ഷൻ നോക്കിക്കേ. 9 6 15, 15 2 17 1 18. അത് വേണമെങ്കിൽ നമ്മുടെ ഓപ്ഷനായിട്ട് വരാം. ഇനി ഒരെണ്ണം കൂടെ ചെക്ക് ചെയ്യാനുണ്ട്, അതുകൂടെ നോക്കാം. 7 6 13, 13 2 15, 15 1 16. അപ്പം ഇതും വരില്ല. അപ്പം ഏതാണ് നമ്മുടെ ഉത്തരം? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അപ്പം എന്താണ് നമ്മൾ ചെയ്തത്? n സ്ക്വയർ ആണ് ഇക്വേഷൻ, നമുക്കറിയാം. കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള എന്നോട് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാനുള്ളത്. n നമുക്ക് 36 എന്ന് കിട്ടി. 36 × 36 ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ചെയ്ത് നോക്കി സമയം കളയാനില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 36ൻ്റെ ഫാക്ടറാണ് എന്ത്? 9 4 3 ഒക്കെ. അതുകൊണ്ട് നമ്മൾ 9 തന്നെ എടുത്തു. 9 വെച്ച് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്തപ്പോൾ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ഇനി 9 രണ്ട് ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അടുത്തെടുത്തേനെയും 4 എടുത്തേനെയും നമുക്ക് 4 ഉണ്ട്, 4 വെച്ച് നോക്കാം. എന്നിട്ടും രണ്ടെണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? നമ്മൾ 36 × 36ലേക്ക് പോവുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഓപ്ഷൻസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് തന്നെ ഉത്തരം കണ്ടെത്താൻ നോക്കുക. നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. What is the minimum number to be subtracted from 6321 which make it completely divisible by 14? എന്താണ്? 6321 എന്ന സംഖ്യയിൽ നിന്നും എത്ര കുറച്ചാൽ, ഏത് ചെറിയ നമ്പർ കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആ നമ്പറിനെ കംപ്ലീറ്റ്ലി 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇതേ മോഡലുള്ള 2 ക്വസ്റ്റ്യൻസ് ചെയ്തു. 2 രീതിയിലുള്ളത്. എന്താണ്? എത്ര കുറച്ചാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര കൂടി ആഡ് ചെയ്താൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക? ഇതിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. If on subtracting 32 from a number, the remainder will be 2/3 of the number, what will be the 25% of the number? എന്താണ് ക്വസ്റ്റ്യൻ? മനസ്സിലായോ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു നമ്പർ, ആ നമ്പറിൽ നിന്ന് നമ്മൾ 32 കുറയ്ക്കുകയാണ്, സബ്ട്രാക്ട് ചെയ്യുകയാണ്. ദ റിമൈൻഡർ വിൽ ബി, റിമൈൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ അതായത് ഒരു നമ്പറിൽ നിന്ന് നമ്മൾ 32 കുറച്ചാൽ ബാക്കി എന്താണോ വരുന്നത്, ആ വരുന്നത് എന്താണ്? നമ്മൾ ഒറിജിനൽ, നമ്മൾ ഏത് നമ്പറാണോ എടുത്തത് ആ നമ്പറിൻ്റെ 3/2 ഭാഗമാണ്. 2/3 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ നമ്പറിൻ്റെ 25% എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് എന്ത് ചെയ്യാം? നമ്പറിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. എക്സ് ആണ് നമ്പർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്സിൽ നിന്നും 32 കുറയ്ക്കുക. അപ്പം ഒരു നമ്പറിൽ നിന്ന് 32 കുറച്ചാൽ, അല്ലെങ്കിൽ എക്സിൽ നിന്ന് 32 കുറച്ചാൽ ബാക്കി റിമൈൻഡർ ആയിട്ട് എന്താണുള്ളത്? എക്സ് മൈനസ് 32 അല്ലേ ഉള്ളത്. എക്സിൽ നിന്ന് നമ്മൾ 32 കുറച്ചു. നമുക്കറിയില്ലേ നമ്പർ എത്ര ആണെന്ന്. എക്സ് ആണെന്ന് നമ്മൾ എടുത്തിരിക്കുകയാണ്. എക്സിൻ്റെ വാല്യൂ നമുക്കറിയില്ല. അപ്പം എക്സിൽ നിന്നും 32 കുറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്രയാണുള്ളത്? എക്സ് മൈനസ് 32 ആണുള്ളത്. എക്സ് മൈനസ് 32 എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒറിജിനൽ നമ്പർ എക്സിൻ്റെ 2/3 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? എക്സ് മൈനസ് 32 എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 2/3 ആണെന്നാണ് അർത്ഥം. ഇനി എന്ത് ചെയ്യുക? 3a അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് വരും? ഇത് 3x ഇൻറ്റു അല്ല, 3x മൈനസ് 32 ഇൻറ്റു 3 എത്രയാണ്? 96 ആണ്. എത്ര വരും? ഈക്വൽ ടു 2x എന്ന് വരും. എന്ത് ചെയ്യാം? ഈ 2x ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, മൈനസ് 96 അപ്പുറത്തേക്ക് പോകും. അപ്പോൾ എന്ത് വരും? 3x മൈനസ് 2x വരും. മൈനസ് 96 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് 96 ആവും. അപ്പോൾ എന്ത് ചെയ്യും? 3x മൈനസ് 2x എത്രയാണ്? x ഈസ് ഈക്വൽ ടു 96 എന്ന് കിട്ടി. ഓപ്ഷൻ ഡി 96 ആണെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? 96 എഴുതി വെക്കും. പക്ഷേ എന്താണ്? തെറ്റാണ്. നമ്മളോട് ചോദിച്ചേക്കുന്ന ചോദ്യം എന്താണ്? എക്സിൻ്റെ, അതായത് ആ നമ്പറിൻ്റെ 25% എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 96ൻ്റെ 25%. എങ്ങനെയാണ് 25% കാണുന്നത്? 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പോൾ ഇതെന്താണ്? പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാനൊന്നുകൂടെ പറഞ്ഞു തരാം. 25% എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷനിൽ അർത്ഥം 1/4 എന്നാണ്. അപ്പം ഒരു നമ്പറിൻ്റെ 25% എങ്ങനെയാണ് കാണുന്നത്? ആ നമ്പറിനെ 1/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ എങ്ങനെയാണ് കാണേണ്ടത്? 96 ഇൻറ്റു 25% അല്ലേ കാണേണ്ടത്? 25/100 ചെയ്യുക. 25നെയും 100നെയും കട്ട് ചെയ്ത് എന്ത് വരും? 1/4. അങ്ങനെയാണ് എന്ത്? 25% എന്നുള്ളത് 1/4 എന്ന് വന്നത്. എന്ത് ചെയ്യാം? 96നെ 4 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2 വരും, 4 വരും, 24 വരും. നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ 24 ആണ്. Find the third smallest positive number on division by 275 leaves remainder 1 in each cases. എന്താണ് പറഞ്ഞിരിക്കുന്നത്?
തേർഡ് സ്മോളസ്റ്റ് പോസിറ്റീവ് നമ്പർ ഏറ്റവും ചെറിയ മൂന്നാമത്തെ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടീഷൻ എന്താണ്? 2 കൊണ്ടും 7 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരണം? 1 വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കൊണ്ടും 7 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കും? അതിൻ്റെ LCM തന്നെയായിരിക്കും. നമ്മൾ പറഞ്ഞതാണ് ഒരു 3ഓ 4ഓ നമ്പർ 2ഓ 3ഓ 4ഓ 5ഓ നമ്പർ തന്നിട്ട് ഈ 5 നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ആ 5 നമ്പറിൻ്റെയും LCM ആണ്. അപ്പം 2 കൊണ്ടും 7 കൊണ്ടും 5 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? അതിൻ്റെ LCM ആണ്. ഇനിയും അതിൻ്റെ LCM എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 7ൻ്റെയും 5ൻ്റെയും 2ൻ്റെയും LCM എത്ര വരും? 5, 7, 14, 21, 40, 70 വരും. എത്രയാണ്? 70 ആണ് വരുന്നത്. അപ്പം 2ൻ്റെയും 7ൻ്റെയും 5ൻ്റെയും LCM എത്ര വരും? 70 വരും. എത്രയാണ്? 70 വരും. അപ്പം 70 × 1 എന്ന് പറയുമ്പം 70 + 1 എത്രയാണ്? 71 ആണ് എന്ത് വരുന്നത്? ഏറ്റവും ചെറിയ സംഖ്യ വരുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? 2 കൊണ്ടും 7 കൊണ്ടും 5 കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? അത് 2ൻ്റെയും 7ൻ്റെയും 5ൻ്റെയും LCM ആയ 70 ആണ്. ഇനിയും റിമൈൻഡർ 1 കൂടെ വരണമെങ്കിൽ എത്ര വരണം? 71 വരണം. അപ്പോൾ 71നെ 2 കൊണ്ട് ഹരിച്ചാലും 7 കൊണ്ട് ഹരിച്ചാലും 5 കൊണ്ട് ഹരിച്ചാലും എത്രയാണ് റിമൈൻഡർ വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സ്മോളസ്റ്റ് നമ്പർ അല്ല. എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? തേർഡ് സ്മോളസ്റ്റ് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. തേർഡ് സ്മോളസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? മൂന്നാമത്തെ ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ ഈ ഫോർമാറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ നമ്പർ ഏത് ഫോമിലാണ് വരുന്നത്? 70x + 1 എന്ന ഫോമിലാണ് വരുന്നത്. 70 എന്ന് പറയുന്നത് LCM, x എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അപ്പം 70x + 1 എന്ന ഫോമാറ്റിലാണ് എന്ത് ഈ നമ്പർ ഇവർ പറഞ്ഞിരിക്കുന്ന ഈ നമ്പർ വരുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 7, 2, 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വരുന്ന നമ്പർ ഏത് ഫോമിലായിരിക്കും വരുന്നത്? 70x + 1. ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കണം? 1 കൊടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ കിട്ടും. എക്സിന് 1 കൊടുക്കുമ്പോൾ 70 × 1 70, 70 + 1 71 എന്ന് എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. അതാണ് ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ വരുന്നത്. ഇനി 2 കൊടുക്കുമ്പോൾ എന്താണ്? സെക്കൻഡ് സ്മോളസ്റ്റ് നമ്പർ കിട്ടും. 2 കൊടുക്കുമ്പോൾ എന്ത് വരും? 70 × 2 140, 140 + 1 എത്രയാണ്? 141. 141 കിട്ടും. അതെന്താണ്? സെക്കൻഡ് സ്മോളസ്റ്റ് നമ്പർ ആണ്. ഇനി തേർഡ് സ്മോളസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ എക്സിന് നമ്മൾ എന്ത് കൊടുക്കണം? 3 കൊടുക്കണം. 70 × 3 എത്രയാണ്? 210 ആണ്. 210 + 1 എത്രയാണ്? 211 ആണ് എന്ത് വരുന്നത്? തേർഡ് സ്മോളസ്റ്റ് നമ്പർ വരുന്നത്. ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ സി 211 വരും. അപ്പം മനസ്സിലായോ പറഞ്ഞത്? ഒരു സംഖ്യയെ ഇപ്പം എന്താണ് 2, 7, 5 അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, ഇപ്പം 3 സംഖ്യ തന്നിട്ട് ഈ 3 സംഖ്യ കൊണ്ടും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഉത്തരം? ആ 3 സംഖ്യകളുടെ LCM ആയിരിക്കും. ഇനിയും ഈ 3 സംഖ്യകൾ കൂടെ കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 കിട്ടണമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? LCMൻ്റെ കൂടെ 1 കൂട്ടുക. 1 കൂട്ടുമ്പോൾ കിട്ടുന്നതായിരിക്കും എന്ത്? ആ 3 സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വരുന്നത്. ഇനി റിമൈൻഡർ 3 ആണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിമൈൻഡർ 3 വരുമോ ഇവിടെ? 3 വരില്ല. കാരണം എന്താണ്? 3യേക്കാളിലും ചെറിയൊരു സംഖ്യ കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരിക്കലും റിമൈൻഡർ 3 വരില്ല. അപ്പോൾ എന്താണ്? ഇവിടെ 2ന് പകരം 4 ആണെന്നിരിക്കട്ടെ. 475 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 3 വരുന്ന ഒരു നമ്പർ വരണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? 4ൻ്റെയും 7ൻ്റെയും 5ൻ്റെയും LCM കാണുക. എന്നിട്ട് എന്ത് ചെയ്യുക? റിമൈൻഡറായ 3 അതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ ആ നമ്പർ ആയിരിക്കും എന്ത്? ഈ 3 നമ്പർ കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 4 കിട്ടുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇനി അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് കിട്ടും. എന്താണ്? LCM × x + റിമൈൻഡർ 4 അല്ലേ വരുന്നത്? നമ്മൾ ഈ ക്വസ്റ്റ്യൻ അല്ല, ഞാനിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യനിൽ 4 റിമൈൻഡർ വരുന്ന കേസിൽ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ നമുക്ക് ഏതാണോ LCM കിട്ടുന്നത് LCM × x + റിമൈൻഡർ നമ്മൾ പറഞ്ഞത് 4 ആണ്. അപ്പോൾ എന്താണ്? അതായിരിക്കും എന്ത്? അവിടുത്തെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ കിട്ടണമെങ്കിൽ എക്സിന് 1 കൊടുക്കുക, സെക്കൻഡ് സ്മോളസ്റ്റ് കിട്ടണമെങ്കിൽ 2 കൊടുക്കുക, തേർഡ് സ്മോളസ്റ്റ് കിട്ടണമെങ്കിൽ 3 കൊടുക്കുക. ഇനിയും എന്താണ്? ഈ സെക്കൻഡ് സ്മോളസ്റ്റ് ഇപ്പോൾ ഈ ഓപ്ഷനിൽ 71 ഇല്ല. പകരം എത്രയാണ്? 141, 211. അപ്പോൾ അടുത്ത ഓപ്ഷൻ ഏത് വരും? 70 × 4 ചെയ്യുമ്പോൾ 280 വരും. 280 + 1 281. ഇങ്ങനെയാണ് ഓപ്ഷൻ. ഇപ്പോൾ ഈ 71 ഇല്ലെന്നിരിക്കട്ടെ ഓപ്ഷനിൽ. അപ്പം 1, 211, 141, 281. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ തേർഡ് സ്മോളസ്റ്റ് പോസിറ്റീവ് നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഓപ്ഷനിലുള്ള തേർഡ് സ്മോളസ്റ്റ് പോസിറ്റീവ് നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓപ്ഷനിലെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? 141 ആണ്. സെക്കൻഡ് ആണ് ഇത് 211 വരുന്നത്. തേർഡ് ഏത് വരും? 281 വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് പോലെ ചെയ്യുക. Find the smallest positive number which on division by 273 leaves remainder 1,
6, 2 റെസ്പെക്റ്റീവ്ലി ഇൻ ഈച്ച് കേസസ്. നമ്മൾ തൊട്ടു മുമ്പ് ചെയ്ത ചോദ്യത്തിൽ എന്തായിരുന്നു? 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായിരുന്നു കിട്ടേണ്ടത്? സെയിം ആയിരുന്നു. മൂന്നിടത്തും സെയിം റിമൈൻഡർ ആയിരുന്നു കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചു എന്താണ്? LCM കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക? റിമൈൻഡർ പറഞ്ഞിരിക്കുന്ന നമ്പർ കൂട്ടുക. അതാണ് എന്ത് ഫോർമാറ്റ് വരുന്നത്. ഇനി ഇവിടെ എങ്ങനെയാണ്? ഇവിടെ എല്ലാം വ്യത്യസ്ത റിമൈൻഡേഴ്സ് അല്ല തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ട റിമൈൻഡർ എത്രയാണ്? 1 ആണ്. 2ൻ്റെയും 1ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 1 ആണ് വരുന്നത്. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട റിമൈൻഡർ എത്രയാണ്? 6 ആണ്. 7ൻ്റെയും 6ൻ്റെയും ഡിഫറൻസ് എത്രയാണ്? 7 - 6 എത്രയാണ് വരുന്നത്? അതും 1 ആണ് വരുന്നത്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ആണ് കിട്ടേണ്ടത്. 3 - 2 എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. എന്താണ്? ഇത് തമ്മിൽ എന്തായിരിക്കും? ഒരു റിലേഷൻ കാണും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ ചോദിക്കൂ. എന്താണ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡറും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡറും അതുപോലെ തന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡേഴ്സിനെയും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? എല്ലായിടത്തും സെയിം ആയിരിക്കും. ഇങ്ങനെ ചോദ്യം ചോദിക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ പതിവ് പോലെ തന്നെ എന്ത് ചെയ്യണം? 2ൻ്റെയും 7ൻ്റെയും 3യുടെയും LCM കാണുക. LCM എത്ര വരും? 28. എത്രയാണ് LCM വരുന്നത്? 2 × 7 × 3 വരും. എത്രയാണ്? 7 × 3 21, 21 × 2 42 വരും. എത്രയാണ് LCM വരുന്നത്? 42 ആണ് വരുന്നത്. ആ കേസിൽ നമ്മൾ ചെയ്തത് എങ്ങനെയാണ്? ആ കേസ് വെച്ചാണ് ആ കേസാണ് ഇപ്പം വരുന്നതെങ്കിൽ, അതായത് എല്ലായിടത്തും റിമൈൻഡർ സെയിം ആയിരുന്നുവെങ്കിൽ നമ്മുടെ നമ്പറിൻ്റെ ഫോർമാറ്റ് എങ്ങനെ വന്നേനെയും? 42 × x പ്ലസ്, ഇപ്പോൾ റിമൈൻഡർ 1 ആണ് വരേണ്ടതെങ്കിൽ x+1 വരും. റിമൈൻഡർ 2 ആണ് വരേണ്ടതെങ്കിൽ x+2 വരും. ഇപ്പം 2 ഇവിടെ ഈ ഒരു കേസിൽ 2 റിമൈൻഡർ വരില്ല. കാരണം എന്താണ്? 2 റിമൈൻഡർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് 2 റിമൈൻഡർ ഒരിക്കലും വരില്ല. അപ്പോൾ എന്താണ്? 1 ആണ് റിമൈൻഡർ എങ്കിൽ 42x+1 എന്ന് വരും. പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓരോ കേസിലും ഓരോ റിമൈൻഡർ അല്ലേ? നമുക്ക് അതിന് ഡിഫറൻസ്, ഓരോ കേസിലെയും ഡിഫറൻസ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 1 ആണ് കിട്ടിയത്. അപ്പം ഇവിടുത്തെ ഫോർമാറ്റ് എങ്ങനെ വരും? 42x+, x+ അല്ല, x-1 വരും. 42x-1 വരും. ഓർത്തോണം, ഒരേ റിമൈൻഡർ ആണ് പറയുന്നതെങ്കിൽ എങ്ങനെയാണ്? LCM × x+ റിമൈൻഡർ ആണ് എന്താ ഫോർമാറ്റ് വരുന്നത്. ഇനിയും വ്യത്യസ്ത റിമൈൻഡർ ആണെങ്കിൽ എന്ത് വരും? LCM × x- ആ റിമൈൻഡറുകൾ തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് നോക്കുക. അതായത് കേസ് നോക്കുക. 2ൻ്റെ കേസിൽ 1 റിമൈൻഡർ വരുന്നു. ഡിഫറൻസ് എത്രയാണ്? 1 ആണ് വരുന്നത്. 7ൻ്റെ കേസിൽ 6 റിമൈൻഡർ വരുന്നു. ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? LCM × x-1 ആണ് എന്ത് ഇവിടുത്തെ ഫോർമാറ്റ് വരുന്നത്. അപ്പോൾ എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ LCM 42 ആണ് വന്നത്. അപ്പോൾ 42 x1 കൊടുക്കുമ്പോൾ 42 തന്നെ വരും. 42 - 1 ആൻസർ എത്രയാണ്? 41 ആണ്. നമ്മുടെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി 41 ആണ്. 41നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തേ എത്ര വരും? റിമൈൻഡർ എത്രയാണ്? 1 അല്ലേ വരുന്നത്. ഇനി ഇതേ 48നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തേ റിമൈൻഡർ എത്രയാണ് വരുന്നത്? 42 വരെയല്ലേ വരത്തുള്ളൂ. ബാക്കി റിമൈൻഡർ എത്ര വരും? 6 വരും. ഇനി 41നെ എന്ത് ചെയ്യുക? 7 കൊണ്ട് ചെയ്യുമ്പം 35 ആണ് വരുന്നത്. 35 + 6 അല്ലേ 41 വരുന്നത്. ഇനി ഇതേ 41നെ എന്ത് ചെയ്യുക? 3 കൊണ്ട് ചെയ്യുക. 3 കൊണ്ട് ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 39 വരും. 39 വന്നു കഴിഞ്ഞാൽ റിമൈൻഡർ എത്രയാണ് വരുന്നത്? റിമൈൻഡർ 2 അല്ലേ വരുന്നത്. 39ഉം 2ഉം അല്ലേ 41 വരുന്നത്. അപ്പം കിട്ടിയല്ലോ. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഒന്നുകൂടി ഒന്ന് നോക്കിയേ. നമ്മൾ 3 നമ്പർ തന്നിട്ട് എന്താണ് ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 3 നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണത്? അതതിൻ്റെ LCM ആണ്. ഇനിയും ഈ 3 നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ സെയിം വരുന്നത്. ഇപ്പം ഏതാണോ 3 നമ്പർ തരുന്നത് ആ 3 നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഇന്നത് വരുന്നു, അല്ലെ 1 വരുന്നു, 2 വരുന്നു എന്നൊക്കെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ LCM ആണ്. ഇനി റിമൈൻഡർ എത്രയാണോ അതെന്ത് ചെയ്യുക? അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ആ 3 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണോ റിമൈൻഡർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആ റിമൈൻഡർ വരുന്ന നമ്പർ കിട്ടും. ഇനി 3 നമ്പർ തന്നിട്ട് വ്യത്യസ്ത റിമൈൻഡറുകളാണ് തരുന്നതെങ്കിൽ നോക്കുക, നമ്മൾ എന്ത് നോക്കുക? ഓരോ കേസിലെയും റിമൈൻഡറുകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. റിമൈൻഡറുകളും അതിൻ്റെ ഡിവൈസറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഇപ്പം 2 ഡിവൈസറായിട്ട് വരുമ്പോൾ റിമൈൻഡർ 1 ആണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഡിഫറൻസ് 1 ആണ് വരുന്നത്. 7 ഡിവൈസറായിട്ട് വരുമ്പോൾ 6 ആണ് വരുന്നത്. ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. 3 വരുമ്പോൾ 2 ആണ് വരുന്നത്. ഡിഫറൻസ് എത്രയാണ് വന്നത്? 1 ആണ് വന്നത്. അപ്പം എല്ലാ കേസിലും സെയിം ആണ് വന്നത്. അങ്ങനെ ചോദ്യം ചോദിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഡിഫറൻസ് എത്രയാണോ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? LCM കാണുക. LCM × x-1 ആണ് ഇവിടെ നമ്പറിൻ്റെ ഫോർമാറ്റ് വരുന്നത്. അപ്പം ഏറ്റവും സ്മോളസ്റ്റാണ് ചോദിച്ചതുകൊണ്ട് എക്സിന് എന്ത് കൊടുക്കുക? 1 കൊടുക്കുക. 1 കൊടുക്കുമ്പോൾ 48 × 1 42 42 × 1 42 -1 = 41 ആണ് എന്ത് നമ്മുടെ ഉത്തരം വരുന്നത്. മറക്കരുത്, നോട്ട് ചെയ്ത് വെക്കുക, റിവൈസ് ചെയ്യുക, പഠിക്കുക.